നമ ശിവായ. സാർ ഇപ്പം ഈ ഒരു ടൈമിൽ പാരാസൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് സൗത്ത് ഇന്ത്യയിൽ പോലും അത്ര പോപ്പുലർ അല്ല. ബട്ട് സാറ് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫീൽഡിൽ വന്ന ഒരാളാണ്. അപ്പം ഇപ്പൊ ഒരു ആള് എന്നെ പോലെ ഒരാൾ ഈ ഫീൽഡിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെസ്സേജ് എന്തായിരിക്കും? ആദ്യം എന്താണ് ഈ വിഷയമെന്ന് മനസ്സിലാക്കുക. അതിന് ഇപ്പോൾ ഇൻ്റർനെറ്റ് വളരെ സൗകര്യമായിട്ട് എല്ലാവർക്കും അക്സസിബിളാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഇഷ്ടംപോലെ മെറ്റീരിയലുണ്ട്. അതൊക്കെ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. അതിന് ശേഷമാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടത്. പലരും പല തെറ്റിദ്ധാരണകളുമായിട്ടാണ് ഈ ഫീൽഡിലെ സമീപിക്കുന്നത്. ആദ്യമായിട്ട് വിഷയം നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പം സാർ ഇപ്പം ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി കാണും? ഒരു ഏകദേശം ഒരു 50+ ഇയേഴ്സ് ആയി കാണുമല്ലോ എന്തായാലും. കൂടുതലായി. സാറിന്റെ ടേണിംഗ് പോയിന്റ് എന്താണ് ലൈഫിൽ ഈ ഫീൽഡിലേക്ക് വരാൻ സാറിനെ നയിച്ച? ഞാൻ തീരെ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഈ വിഷയങ്ങളിൽ താല്പര്യമുണ്ട്. അത് എൻ്റെ ഗ്രാൻഡ് ഫാദറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടെയുള്ള ചർച്ച ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് താല്പര്യമുണ്ടായത്. അപ്പം ഞാനും ഈ ഫീൽഡിനെ കുറിച്ച് ഒരുപാട് പഠിക്കണം, അല്ലെങ്കിൽ ബുക്ക് വായിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ഒരുപാട് പേര് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് കുറേ വർഷമായി ഇപ്പം ഞാൻ ഈ പാരസൈക്കോളജി അല്ലെങ്കിൽ ഈ പാരനോർമൽ ഫീൽഡിൽ വന്നിട്ട് കുറച്ച് നാളായി. അത്ര നോളജബിൾ ഒന്നും അല്ല നിങ്ങളെ പോലെ. ബട്ട് ആ ഒരു ഫീൽഡിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ബട്ട് ഇത്രയും വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ബട്ട് അതേസമയം ഈ ഫീൽഡിൽ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? ഇല്ല, പേഴ്സണലി മേ ബി ഞാൻ അത്രയ്ക്ക് ഡീപ്പായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. ബട്ട് അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല ഇതുവരായിട്ട്. സോ ചിലവർക്ക് മാത്രം എക്സ്പീരിയൻസ് വരുന്നതിൻ്റെ കാര്യം എന്താണ്? എൻ്റെ അനുഭവത്തിൽ ഒരാളിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പാരാനോർമലായിട്ടുള്ള വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഉടനെ അയാൾ മറുപടി പറയില്ല. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യനെയറുണ്ട്, സൈ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു. അതിൽ ഇങ്ങനെ കുറേ ആളുകൾ പറയുന്ന അനുഭവങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവരെ കൊണ്ടൊന്ന് പൂരിപ്പിച്ചിട്ട് രണ്ടാമത് ചോദിക്കുക, നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടോ? അപ്പോൾ ഉണ്ടെന്ന് പറയും മിക്കവാറും. എല്ലാവരും അല്ല, ഒരു 1/3 വരെ ആളുകൾ ഉണ്ടെന്ന് പറയും. അത് കാരണം ഈ കോഗ്നിറ്റീവ് ക്ലാരിറ്റി എന്നൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഈ ദൈനംദിന റിയാലിറ്റി അതിനനുസരിച്ച് വേണം നമ്മളുടെ ചിന്തകളും വിചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കൊണ്ടു നടക്കാൻ എന്ന് നമുക്കൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിന് ചേരാത്ത അനുഭവങ്ങളും നമ്മളുടെ മനസ്സ് പെട്ടെന്ന് മറന്നു പോകും. നേരെ മറിച്ച് ഒരു ക്വസ്റ്റ്യനെയർ വായിക്കുമ്പോൾ നമ്മൾ മറന്നു കളഞ്ഞ പലതും ഓർമ്മ വരും. അത് സ്വപ്നം കണ്ടതോ അതേപോലെ നടന്നതോ ഒരു ടെലിപ്പതി എക്സ്പീരിയൻസ് അങ്ങനെ പലതും ആകാം. അപ്പൊ ഈ ദേജാവു എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സാറിന്? ദേജാവു പാരാനോർമൽ അല്ല. ദേജാവു ഒരു സംഭവം അനുഭവിക്കുമ്പോൾ അതല്ലെങ്കിൽ അതിൽ കൂടെ പോകുമ്പോൾ മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊരു തോന്നലുണ്ടാകും. അതിനാണ് ദേജാവു എന്ന് പറയുന്നത്. അത് പാരാനോർമലായിട്ട് കൂട്ടിയിട്ടില്ല. അത് സയന്റിഫിക് ആയിട്ട് അത് വളരെ കോമൺ ആയിട്ട് പലർക്കും ഉള്ളതാണ്. പക്ഷെ അത് ക്രെഡിബിൾ ആണോ? അത് അല്ല, ഇതിന് ഇപ്പം നമ്മൾ ഈ മരം കാണുന്നു. ഈ മരം ഇവിടെ ഉണ്ടെന്നുള്ളതിന് സയൻറ്റിഫിക് എവിഡൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമല്ല. ഈ മരം ഇവിടെ ഉണ്ട്, എല്ലാവരും കാണുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ദേഷാ വ്യൂ എക്സ്പീരിയൻസ് ഒരുപാട് പേർക്കുണ്ട്.
അത് സയൻറ്റിഫിക്കായിട്ട് അത് പ്രൂവ് ചെയ്യണമെന്ന് എന്താണ് നിർബന്ധം. അത് ഒരു തോന്നൽ ചിലർക്ക് ഉണ്ടാകുന്നു. അതൊന്നാമത് അത് പാരാനോർമലായിട്ട് കൂട്ടിയിട്ടില്ല. ചില ആളുകൾക്കുള്ള ഒരു അനുഭവം. അതിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചിലർക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് നമ്മുടെ സംവാദത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റിനൊക്കെ ചോദിക്കാൻ പറ്റും, ഇതിങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് സയന്റിഫിക് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ഈ സയന്റിഫിക് എന്നുള്ള വേർഡ് പലരും വെറുതെ വളരെ ബുദ്ധി ഉണ്ടെന്ന് കാണിക്കാനോ ഒക്കെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. അപ്പം ഇതിനെന്താണ് ശാസ്ത്രീയ തെളിവ്? ശാസ്ത്രീയ തെളിവെന്ന് അങ്ങനെ സാധാരണ ഒരു ഇപ്പോൾ കോർട്ടിൽ തെളിവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ശാസ്ത്രത്തിൽ തെളിവെന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് പലരുടെ സാക്ഷ്യം ഉണ്ടെങ്കിൽ അത് കോടതി പലപ്പോഴും സത്യമായിട്ട് അംഗീകരിക്കും. ഇപ്പോൾ ദേജാവ്യൂ എക്സ്പീരിയൻസ് ഒരുപാട് പേർക്കുണ്ട്. എനിക്കും അനുഭവമുണ്ട്, കുറെ അനുഭവമുണ്ട് ദേജാവുമായിട്ട്. ഉണ്ട് അല്ലേ? എന്നിട്ടും താങ്കൾ അതിന് ശാസ്ത്രീയ തെളിവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ചില ആൾക്കാർ അപ്പം ഒരു ഫിനോമിന, അപ്പോൾ ഏതെങ്കിലും ഒരു ഫിനോമിന അത് സയന്റിഫിക് ആവാൻ എന്തെങ്കിലും ക്രൈറ്റീരിയ കാണത്തില്ലേ? ഈ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് എല്ലാം മിസ്റ്ററിയാണ് ഈ ലോകത്തിൽ. ഇപ്പോൾ പ്രപഞ്ചം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല. യുക്തിസഹമായിട്ട് പ്രപഞ്ചം മൊത്തത്തിലുള്ള പ്രപഞ്ചത്തിന് നമുക്ക് സങ്കല്പിക്കാനോ? പ്രപഞ്ചത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഇപ്പം പ്രപഞ്ചം ഇൻഫിനിറ്റ് ആണോ ഫൈനൈറ്റ് ആണോ? ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒന്ന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതൊരു പരമ്പുകളില്ലാത്ത ഒരു സാധനം റിയലാണോ? അതിനെങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞു. ഈ ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ ഇതുവരെ അതിനെപ്പറ്റി ഒരു എഗ്രിമെൻ്റ് ഇല്ല. പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ളത് റിയൽ അല്ലാണ്. അതായത് ഒരു തുടക്കമില്ല അവസാനമില്ല. അപ്പോൾ അതിന് ഡയമെൻഷൻസ് ഇല്ല. ഇത്ര അടി നീളം, ഇത്ര അടി വീതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ അടിസ്ഥാനപരമായ നമ്മുടെ പ്രപഞ്ചത്തിനെ നമുക്ക് യുക്തിസഹമായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അത് ഇൻഫിനിറ്റ് ആണോ ഫൈനൈറ്റ് ആണോ, അതായത് അതിന് അതൊരു വരമ്പുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും ശാസ്ത്രജ്ഞന്മാർക്ക് അറിഞ്ഞുകൂടും. അപ്പോൾ നമ്മൾ ഇത്ര കൃത്യമായിട്ട് ദേജാവ്യൂവിന് ശാസ്ത്രീയമായ തെളിവുണ്ടോ എന്നൊക്കെ അത്ര കുലങ്കുഷമായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്. അത് അതൊക്കെയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരനുഭവം സമ്മതിപ്പിക്കണമെന്ന് ഈ പാരാസൈക്കോളജി വർക്ക് ചെയ്യുന്നവർക്ക് നിർബന്ധമില്ല. അപ്പം ടൈം സ്ലിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സാറിന്റെ ഒരുപാട് വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ടൈം സ്ലിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത് ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇത് ഒരുപാട് തരത്തിൽ മനുഷ്യരുടെ അനുഭവങ്ങളിൽ വരാറുണ്ട്. ഇപ്പോൾ തങ്ങളുടെ പേര് സ്വാഗതം ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. ഇത് പണ്ടൊരു വീടായിരുന്നു. അപ്പോൾ സ്വാഗതം ഇവിടെ കിടന്നുറങ്ങുന്നു എന്ന് വിചാരിക്കും. ഉറങ്ങുമ്പോൾ സ്വാഗതം ഒരാളെ സ്വപ്നം കാണും. അത് കഴിഞ്ഞ് ഈ വീട്ടിനകത്ത് കയറി നോക്കുമ്പോൾ അയാളുടെ പടം അവിടെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരാളിനെ പറ്റി സ്വാഗതം അറിവില്ല. അപ്പോൾ ഒരുപക്ഷെ അയാൾ ഇതുവഴി നടക്കുന്നതായിരിക്കും സ്വാഗതം സ്വപ്നത്തിൽ കാണുന്നത്. അപ്പോൾ പണ്ട് ഇയാൾ സ്ഥിരമായിട്ട് ഇതുവഴി നടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം സ്വാഗതം സ്വപ്നത്തിൽ കൂടെ ഇപ്പോൾ കാണുകയാണ്. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ്. അതായത് പണ്ട് ഇവിടെ നടന്ന ഒരു സംഭവം സ്വാഗതം ഇപ്പോൾ കാണുന്നു. അതിപ്പോൾ സ്വപ്നത്തിൽ കൂടെ ആയിരിക്കും കണ്ടത്. പിന്നെ സ്വാഗതം വളരെ സൈക്കിക് ആണെങ്കിൽ ചിലപ്പോൾ സ്വപ്നം വേണമെന്നില്ല. ഇങ്ങനെ വെറുതെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഒരാളെ ഇങ്ങനെ ഇവിടെ ചാരികസേരയിൽ ഇരിക്കുന്നത് പോലെ തോന്നിയെന്ന് വരാം. മോഹൻ ശരിക്ക് കണ്ടു. വീണ്ടും അകത്ത് കയറി നോക്കുമ്പോൾ അയാളുടെ ഫോട്ടോ അവിടെ ഇരിക്കും. സ്വാഗതം അതിനു മുമ്പ് ആ ഫോട്ടോ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഗതം മനസ്സിലാക്കുന്നു, ഇവിടെ പണ്ട് ചാരികസേരയിൽ കിടന്ന ഒരാളിനെയാണ് ഞാൻ കാണുന്നത്.
അല്ല, പണ്ട് അവിടെ കിടന്ന് കാണും, ഞാനിപ്പോൾ അയാളെ കാണും. ഇനി അടുത്ത സ്റ്റെപ്പ്, സ്വാഗത കൂടുതൽ സൈക്കിക്കാണെങ്കിൽ ചിലപ്പോൾ സ്വപ്നത്തിലോ ഉണർന്നിരിക്കുമ്പോഴോ ഒരാളെ കൊല്ലുന്ന സീനായിരിക്കും കാണും. അപ്പോൾ പണ്ട് അയാളെ കൊന്നു കാണും, അല്ലെങ്കിൽ അയാൾ ക്രൂരനായ ഒരു മനുഷ്യനായിരിക്കും. അതുകൊണ്ട് സ്വാഗതൻ്റെ മനസ്സ് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. അയാൾ യഥാർത്ഥത്തിൽ ഒരാളിനെ കൊള്ളണം നിർബന്ധമില്ല, പക്ഷേ ഈ ആൾ തന്നെയാണ് കൊല്ലുന്നതായിട്ട് കാണുന്നത്. അപ്പം അതായത് നമ്മൾ സ്വപ്നം കാണുമ്പോൾ പലതും ഡ്രമാറ്റൈസ് ചെയ്യും. അതുപോലെ സ്വാഗതൻ്റെ മനസ്സ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് അത് സ്വാഗതം കാണുകയാണ്. അത് സ്വപ്നത്തിലും സംഭവിക്കാം, ചിലപ്പോൾ ഇങ്ങനെ പകുതി ഉണർന്നിരിക്കുമ്പോഴും സംഭവിക്കും. ഇതെല്ലാം ടൈം സ്ലിപ്പാണ്. സാറിന് അങ്ങനത്തെങ്കിലും ആ ടൈം സ്ലിപ്പ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഈ പറയുന്നത് പോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ടൈം സ്ലിപ്പ് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം, ഈ പറയുന്ന രീതിയിൽ. പക്ഷേ എന്നാലും ചില അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് കൂടുതലും പകലൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. റോഡിൽ കൂടെ പോകുമ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ, പിന്നെ അയാളെയൊക്കെ കാണാതെയാകുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. സാർ ഒരു കുട്ടി, ഒരു കേസിൽ ഒരു കുട്ടി ഒരാളെ കണ്ടെന്ന് പറഞ്ഞ ടൈം സ്ലിപ്പ് എന്തോ സംഭവം. ബട്ട് ഇത് ചില ആൾക്കാർ മാത്രം കാണുന്നത് എന്തുകൊണ്ടാണ്? അത് ചില ആൾക്കാരല്ല, ഒരുപാട് പേര് കാണുന്നുണ്ട്. അതല്ല, ഇപ്പൊ ഒരാള് ഇപ്പം ഒരേ സമയത്ത് രണ്ടുപേർക്ക് കാണാൻ പറ്റുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഒരേ സമയത്ത് അതുണ്ട്. അതിപ്പോ കുറെ പേര് ഒരുമിച്ച് പോവുകയാണ്. അക്കൂട്ടത്തിലെ ഒരു ഹൈലി സൈക്കിക് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ കാണുന്ന ഒരു ടൈം സ്ലിപ്പ് കാഴ്ച അയാളുടെ കൂടെയുള്ള എല്ലാവരുമോ കുറേ പേര് മാത്രമോ കണ്ടെന്ന് പറയാം. അത് ഷെയറിങ് എന്ന് പറയും. അതിന്റെ റീസൺ എന്താണ്? ബട്ട് ഇപ്പം അവര് തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിൽ ഇപ്പം തമ്മില് വലിയ ബന്ധമൊന്നും വേണമെന്നില്ല. അവർ ഒരുമിച്ച് പോകുമ്പോൾ അവർ തമ്മിൽ ഒരു ഷെയറിങ് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാകും. അപ്പം ഈ സൈക്കിക് എബിലിറ്റി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും? എബിലിറ്റി എന്നുള്ള വാക്ക് വാസ്തവത്തില് അത്ര ആപ്റ്റല്ല. പലരും അത് ഉപയോഗിക്കുന്നുണ്ട്. ചിലർ സൈ കപ്പാസിറ്റി എന്നാണ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വില മതിക്കുന്ന നമ്മുടെ ഒരു കഴിവ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിനുള്ള അത് നമുക്കുണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ അർത്ഥമുണ്ട്. ഇതൊരു ഇൻബോൺ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ഉണ്ട്. പക്ഷെ അത് ചില കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമ്മുടെ വ്യക്തിത്വം കൂടുതൽ ഹോളിഗ്രേറ്റഡ് ആകുന്ന വഴി ഇത് ചിലപ്പോൾ കൂടുതലായിട്ട് വികസിച്ചെന്നും വരാം.